Hello all. Today we are going to discuss about Elliott waves theory. Technical analysis we will be dealing with three theories, that is Elliott wave theory, efficient market theory and random walk theory. അപ്പോൾ ഈ മൂന്ന് തിയറീസും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ള നമ്മുടെ ലെക്ചർ സ്കെഡ്യൂളിൽ ആ ഒരു പോർഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് തിയറി ആയിട്ടുള്ള എലിയറ്റ് വേവ് തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു തിയറിയാണ്, ബട്ട് ഇൻട്രസ്റ്റിംഗ്. ഫസ്റ്റ് തിങ് പറയുകയാണെങ്കിൽ റാൽഫ് നെൽസൺ എലിയറ്റ് എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ് ഈ ഒരു എലിയറ്റ് വേവ്സ് തിയറി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1939 ആൾ ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്കറിയാം. ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ പ്രൈസ് മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ്, അതായത് പ്രീവിയസ് പ്രൈസ് മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പുതിയതായിട്ട് ഫ്യൂച്ചറിൽ ആ ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് എത്രയാവും എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, അത് വെച്ചിട്ട് നമ്മുടെ പ്രൈസ് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എങ്ങനെ ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഭാവിയിൽ അതിൻ്റെ പ്രൈസ് വരിക എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു മെത്തേഡ്, ആ ഒരു തിയറിയാണ് നമ്മൾ എലിയറ്റ് വേവ്സ് തിയറി എന്ന് പറയുന്നത്. ഇത് ഡൗ തിയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ എലിയറ്റ് വേവ് തിയറി നമ്മൾ പറയുക. അതായത് ഇപ്പോൾ ഡൗ തിയറിയുടെ ഒരു ബാക്കപ്പിൽ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപാട് എടുത്തിട്ടാണ് നമ്മളൊരു എലിയറ്റ് വേവ് തിയറി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എലിയറ്റ് വേവ്സ്, റാൽഫ് നെൽസൺ എലിയറ്റ് എന്ന് പറയുന്ന ആ ഒരു റിസർച്ചർ പറയുന്നത് സ്റ്റോക്ക് പ്രൈസിൻ്റെ ബേസിക് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇത്ര നാളത്തെ ഒരു ട്രെൻഡ്, ഒരു പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയിൽ നമ്മൾ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിനെ നമ്മൾ വേവ്സ് എന്നാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഒരു വേവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ്, നമ്മളിപ്പോൾ ഡൗ തിയറിയിലും ഒരുപാട് ഗ്രാഫൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് കാണിക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നമ്മൾ വേവ്സ് എന്നാണ് ഇവിടെ എലിയറ്റ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് എലിയറ്റ് വേവ്സ് തിയറി എന്ന് പറയാനുള്ള റീസൺ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സമ്മപ്പ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്ലൈഡിലേക്ക് നേരിട്ട് പോവാം. എലിയറ്റ് വേവ്സ് തിയറി. ദിസ് തിയറി ഈസ് നെയിംഡ് ആഫ്റ്റർ റാൽഫ് നെൽസൺ എലിയറ്റ്. Then R.N. Elliott introduced this theory in 1939. It is a method of explaining stock market movements. Stock market movements ന്റെ method explain ചെയ്യുന്ന ഒരു തിയറിയാണ് Elliott waves theory. And this theory is inspired by Dow theory, and Elliott concluded that the movements of the stock market could be predicted by observing and identifying a repetitive pattern of waves. ഇതാണ് ഈ ഒരു തിയറിയുടെ ക്രക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു റിപ്പിറ്റേറ്റീവ് പാറ്റേൺ ഓഫ് വേവ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്, അത് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സ് എന്തായിരിക്കും, ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം, നമുക്ക് ഒബ്സർവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പിറ്റേറ്റീവ് പാറ്റേൺ ഓഫ് വേവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഒബ്സർവേഷൻ we are predicting the future movements of that stock market and the price of securities which will be traded in that market. അതാണ് എലിയറ്റ് വേവ് തിയറിയുടെ ക്രക്സ് എന്ന് പറയുന്നത്. And the next point is, he believed that all of man's activities, not just the stock market, were influenced by all these identifiable series of waves. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഈ വേവ്സ്, ഈ ഒരു ഐഡൻറ്റിഫയബിൾ സീരീസ് ഓഫ് വേവ്സ് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലാതെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസിനോട് മാത്രം ഇരിക്കുന്നതല്ല, ഈ ഒരു മൂവ്മെൻറ്റ്സിനും കൂടി അവിടെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, പ്രാധാന്യം ഉണ്ട് എന്നാണ് ഈ എലിയറ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. And R.N. Elliott was of the opinion that markets had well-defined waves that could be used to predict market direction. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വേവ്സ് ഉണ്ട്, അതുപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എലിയറ്റ് പറയുന്നത്. നമ്മൾ ആ ഒരു ക്രക്സിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അതായത് ആ വേവ്സ്, റിപ്പീറ്റേറ്റീവ് പാറ്റേൺ ഓഫ് വേവ്സ് ഒബ്സർവ് ചെയ്തിട്ടും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമാണ് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് ഈ എലിയറ്റ് വേവ് തിയറിയിൽ പറയുന്നത്. അത് തന്നെ വീണ്ടും ഒരേ കാര്യം തന്നെ അവർ വീണ്ടും പറയുന്നതേ ഉള്ളൂ. കാരണം ഒരു മാർക്കറ്റിൻ്റെ വെൽ ഡിഫൈൻഡ് വേവ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ. ആൻഡ് എലിയറ്റ് വേവ്സ് ഡിസ്ക്രൈബ്സ് ദ ബേസിക് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് പ്രൈസസ്. സ്റ്റോക്ക് പ്രൈസസിൻ്റെ ബേസിക് മൂവ്മെൻറ്റ്സും കൂടി എലിയറ്റ് വേവ്സ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നതാണ് പറയുന്നത്.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. 1939 റാൽഫ് നെൽസൺ എലിയറ്റ് എന്ന് പറയുന്ന ആൾ ഡൗ തിയറിയോടുകൂടി ഇൻസ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എലിയറ്റ് വേവ് തിയറി എന്ന് പറയുന്നത്. ഒരു റിപ്പിറ്റേറ്റീവ് പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വേവ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ മാർക്കറ്റ് ഡിറക്ഷൻസും ഫ്യൂച്ചർ പ്രൈസസും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എലിയറ്റ് വേവ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു തിയറി അനുസരിച്ച് നമുക്ക് ടോട്ടൽ 8 വേവ്സ് ആണുള്ളത്. അതിൽ 5 വേവ്സ് ജനറൽ വേവ്സും ബാക്കിയുള്ള 3 വേവ്സ് ABC കറക്ഷൻ വേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. As we see before, 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് നമ്മുടെ 8 വേവ്സ് എന്ന് പറയുന്നത്. ഇതിൽ 1, 2, 3, 4 and 5 ഇത്രയും വേവ്സിനെയാണ് നമ്മൾ ജനറൽ വേവ്സ് എന്നും ഈ ABC എന്ന് പറയുന്ന ഇത്രയും വേവ്സിനെയാണ് നമ്മൾ ABC കറക്ഷൻ വേവ്സ് എന്നും പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഈ 5 വേവ്സിൽ ഔട്ട് ഓഫ് ദീസ് 5 വേവ്സ് 1, 3 and 5 അവരെയാണ് നമ്മൾ ഇമ്പൾസ് വേവ്സ് എന്ന് പറയാം. കാരണം ഒരേ ഡിറക്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ ഒരേ സ്ഥലത്തേക്ക് ആയതുകൊണ്ട് ഇതും അപ്വേർഡ്സ് ഇതും അപ്വേർഡ്സ് ഇതും അപ്വേർഡ്സ്. അപ്പോൾ 1, 3, 5 ഡിറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് സെയിം ആയതുകൊണ്ട് അതിനെ 1, 3, 5നെ നമ്മൾ ഇമ്പൾസ് വേവ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് 2 and 4 ഈ 2 വേവ്സും ഇതിന് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട് അവരെ നമ്മൾ കറക്റ്റീവ് വേവ്സ് എന്നാണ് പറയുക. നമ്മൾ ഡൗ തിയറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി ട്രെൻഡ്, സെക്കൻഡറി ട്രെൻഡ്, മൈനർ ട്രെൻഡ്. അതിൽ പ്രൈമറി ട്രെൻഡിൽ വരുന്ന ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു വേവ്സിൻ്റെ കറക്ഷൻ വേവ്സ് ആണ് അല്ലെങ്കിൽ കറക്റ്റീവ് ട്രെൻഡ്സ് ആണ് സെക്കൻഡറി ട്രെൻഡ് എന്നും, സെക്കൻഡറി ട്രെൻഡിൽ വരുന്ന കറക്റ്റീവ് വേവ്സ് ആണ് അല്ലെങ്കിൽ കറക്റ്റീവ് ട്രെൻഡാണ് മൈനർ ട്രെൻഡ്സ് എന്നും ഡൗ തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഇമ്പൾസ് വേവ്സ് അതായത് 1, 3, 5 എന്ന് പറയുന്ന ഇമ്പൾസ് വേവ്സ് ഒരേ ഡിറക്ഷനിലായതുകൊണ്ടാണ് അതിനെ ഇമ്പൾസ് വേവ്സ് എന്ന് വിളിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ 2ഉം 4ഉം പോകുന്നത് കൊണ്ടാണ് അവരെ കറക്റ്റീവ് വേവ്സ് എന്നും വിളിക്കാനുള്ള കാരണം. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിയറിയാണിത്. എലിയറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഇൻ സം ടോട്ടൽ 8 വേവ്സ് ആണുള്ളത്. ഈ ഗ്രാഫ് ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. 8 വേവ്സ് ആണുള്ളത്. അതിൽ 5 വേവ്സിനെ നമ്മൾ ജനറൽ വേവ്സ് എന്നും 3 വേവ്സിനെ നമ്മൾ ABC വേവ്സ് എന്നും ABC കറക്ഷൻ വേവ്സ് എന്നും വിളിക്കും. ഈ ഔട്ട് ഓഫ് 5, 1, 3 and 5 സിൻസ് ഇറ്റ്സ് മൂവ്സ് ഓൺ ദ സെയിം ഡയറക്ഷൻ അതിനെ നമ്മൾ ഇമ്പൾസ് വേവ്സ് എന്നും 2ഉം 4ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് കറക്റ്റീവ് വേവ്സ് എന്നും വിളിക്കും. കിട്ടിയല്ലോ? അതിൽ സംശയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് മനസ്സിൽ വയ്ക്കുക ഈ ഒരു ഗ്രാഫ്. ആൻഡ് നമുക്കിനി ഓരോ വേവിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. വേവ് 1, ദ സ്റ്റോക്ക് മേക്സ് ഇറ്റ്സ് ഇനീഷ്യൽ മൂവ് അപ്പ്. ദെൻ അതായത് നമ്മൾ മറ്റേ പ്രൈമറി ഫേസിലൊക്കെ പറയുന്ന പോലെ ആദ്യം ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്സ്, പ്രൈസിലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. കോസ്ഡ് ബൈ റിലേറ്റീവ്ലി സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ feel that the previous price of the stock was cheap and worth buying, causing the price to go up. അതായത് മുന്നേ ആ ഒരു സെക്യൂരിറ്റിക്ക് പ്രൈസ് കുറവാണ്, അപ്പോൾ ഇപ്പോൾ അത് മേടിച്ച് വെച്ചാൽ ഭാവിയിൽ പ്രൈസ് കൂടുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. കാരണം ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് അവിടെ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് മേടിച്ച് നമുക്ക് വിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു സൈക്കോളജി മാർക്കറ്റിലുള്ള കാരണം കൊണ്ട് പ്രൈസിൻ്റെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അപ്വേർഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ആ വേവ് 1 എന്ന് പറയുന്നത്. വേവ് 1 മീൻസ് ദിസ് വേവ്. ഓക്കെ. ദെൻ വേവ് 2, ദ സ്റ്റോക്ക് ഇസ് കൺസിഡേർഡ് ഓവർ വാല്യൂഡ്. അപ്പോൾ ആദ്യം നമ്മൾ വേവ് 1ൽ പറയുന്നത് ആൾക്കാർ കൂടുതലും കയ്യിൽ മേടിച്ച് വെക്കും. കാരണം പണ്ട് മുന്നേ ആ ഒരു സ്റ്റോക്കിന് പ്രൈസ് കുറവാണ് അല്ലെങ്കിൽ ചീപ്പായിരുന്നു. സോ ഇപ്പം അത് മേടിച്ച് വെച്ചാൽ ഭാവിയിൽ പ്രൈസ് കൂടുമ്പോൾ നമുക്കത് വിൽക്കാം എന്നാണ് വേവ് 1ൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് മേടിച്ച് വെക്കുന്ന കാരണം കൊണ്ട് അവിടെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഡിമാൻഡ് കൂടിയാൽ നമുക്കറിയാം പ്രൈസും കൂടും. സോ വേവ് 2ൽ എത്തിയപ്പോഴേക്കും ആ സ്റ്റോക്ക് ഇസ് കൺസിഡേർഡ് ഓവർ വാല്യൂഡ്. കാരണം ഒരുപാട് പേര് മേടിച്ച് വെക്കുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഓവർ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ, ഒരു ഫിനോമിനൻ അവിടെ ഒരു പ്രസൻസ് അവിടെ വരികയാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഇനഫ് പീപ്പിൾ ഹു വേർ ഇൻ ദി ഒറിജിനൽ വേവ് കൺസിഡർ ദ സ്റ്റോക്ക് ഓവർ പ്രൈസ്ഡ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ്സ്. മാത്രമല്ല നമ്മൾ വേവ് 1ൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു വേവ് 2ൽ എത്തുമ്പോഴേക്കും, അതായത് ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വേവ് 2 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ എത്തുമ്പോഴേക്കും
മുന്നേ മേടിച്ച് വെച്ചിരുന്നവർ ഇപ്പോൾ അത് വിൽക്കുകയാണ്. കാരണം ഓവർ പ്രൈസ്ഡ് ആണ്. ചിലപ്പോൾ ഒരു 100 രൂപയ്ക്കൊക്കെ മേടിച്ച ഒരു സ്റ്റോക്ക് വേവ് 1 നിൽക്കുന്ന റേഞ്ചിൽ ഒരു 100 റുപ്പീസിനൊക്കെ മേടിച്ചൊരു സ്റ്റോക്ക് ചിലപ്പോൾ 200 റുപ്പീസിന് നമുക്ക് സെല് ചെയ്യാൻ പറ്റും വേവ് 2 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ എത്തുമ്പോഴേക്കും. അതുകൊണ്ടാണ് അവിടെ ടേക്ക് പ്രോഫിറ്റ്സ് എന്ന വാക്ക്. കാരണം കൺസിഡർ ദ സ്റ്റോക്ക് ഓവർ പ്രൈസ്ഡ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ്. വേവ് 1 ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് അത് വിറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു. ആൻഡ് ദിസ് കോസസ് ദ പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് ടു ഗോ ഡൗൺ. കാരണം എന്താ, കുറേ പേര് വിൽക്കുമ്പോൾ സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയും, നമുക്കറിയുന്ന കാര്യമാണ്. സോ ദിസ് കോസസ് ദ പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് ടു ഗോ ഡൗൺ. അപ്പോൾ ഒരുപാട് പേര് വേവ് 2 അത് വിറ്റ് പോകുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞു വരികയാണ്. ആൻഡ് വേവ് 3 ഈസ് യൂഷ്വലി ദ ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് വേവ്. വേവ് 3 ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് വേവ് എന്ന് പറയാനുള്ള റീസൺ അതാണ്. And this is usually the strongest and the longest wave. More people have found out about the stock. More people want to stock and they buy it for higher and higher prices. അതായത് ഒരുപാട് ഇപ്പോൾ വേവ് 1 ആൾക്കാർ ഒരുപാട് പേര് വാങ്ങുന്നത് കണ്ടു, വേവ് 2 റേഞ്ച് എത്തിയപ്പോഴേക്കും ഒരുപാട് പേര് വിൽക്കുന്ന കണ്ടു. സോ ദാറ്റ് ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കുറച്ച് ഔട്ട് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് റിട്ടേൺസ് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ള ഒരു തോന്നൽ എല്ലാവരിലും വന്നു തുടങ്ങി. കാരണം എവിടെ നോക്കുമ്പോഴും, അതായത് കുറച്ച് നാൾ മുന്നേ നോക്കുകയാണ്, അതായത് വേവ് 1 എന്ന് പറയുന്ന ആ ഒരു പീരിയഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വിറ്റ് പോകുന്നു. വേവ് 2 എന്ന് പറയുന്ന പീരിയഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വാങ്ങുന്നു വിൽക്കുന്നു. അതായത് ട്രേഡിങ് നല്ലോണം നടക്കുന്നുണ്ട് ആ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ പേര്, ആ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് അതിനെപ്പറ്റി അറിയാൻ തുടങ്ങി. അപ്പോൾ എത്ര പ്രൈസ് ആയാലും വിരോധമില്ല, നമ്മുടെ കയ്യിൽ അത് വാങ്ങി വെക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ഫേസിലേക്ക് എത്തി. സോ നമ്മൾ പറഞ്ഞു ഫേസിലേക്ക് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഡൗ തിയറിയിൽ ഒരുപാട് ഫേസസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു എക്സസ് ഡിസ്ട്രിബ്യൂഷൻ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫേസാണ് ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് പേര് പ്രൈസ് കൂടുതലാണെങ്കിലും വാങ്ങാൻ ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വേവ് 3. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് വേവ്. ദെൻ വേവ് 4. വേവ് 4 ഈ വേവ് എന്ന് പറഞ്ഞാൽ ഈ വേവ്. At this point, people again take profits. Stock is considered expensive. This tends to be weak because there are usually more people that are still bullish on the stock. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വേവ് 3 സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് വേവ് ആണ്. അപ്പോൾ അവിടെ മേടിച്ചവരെല്ലാം ഇവിടെ വിൽക്കും, വേവ് 4 വിൽക്കും. അപ്പോൾ ഒരുപാട് പേര് വിൽക്കുക എന്ന് പറഞ്ഞാൽ വിൽക്കുന്നതിനനുസരിച്ച് വാങ്ങാൻ ആൾക്കാരുണ്ടാവണം. വാങ്ങുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. സോ ദാറ്റ് ദ സ്റ്റോക്ക് വിൽ ബി എക്സ്പെൻസീവ്. അതായത് ബുള്ളിഷായിട്ട് തന്നെ ഈ മാർക്കറ്റ് ഇനിയും നിൽക്കും, പ്രൈസ് വിൽ ഗോ അപ്പ് എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജി മനസ്സിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ആ സ്റ്റോക്ക് മേടിക്കും. പക്ഷേ കുറച്ചും കൂടി റാഷണലായിട്ട് ചിന്തിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് വേവ് 4 ഒക്കെ എത്തുമ്പോഴേക്കും അത് വിറ്റ് കളയാന്ന് പറഞ്ഞാൽ വിൽക്കുന്നത് വാങ്ങാൻ ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ വാങ്ങൽ, അതായത് ബൈയിങ് അവിടെ കൂടുമ്പോൾ പ്രൈസ് കൂടാണ് സെക്യൂരിറ്റിക്ക്. അപ്പോൾ സ്റ്റോക്ക് വിൽ ബി കൺസിഡേർഡ് എക്സ്പെൻസീവ്. അങ്ങനെയാണ് വേവ് 4 താഴ്ന്നു വരാനുള്ള, അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ദെൻ വീണ്ടും വേവ് 5 ആയി. കാരണം എന്താ, ഈ ഒരു വേവ് 4 ഒരുപാട് പേര് വാങ്ങുന്നു. കാരണം വിറ്റ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയണം, അവിടെ വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്റ്റോക്ക് നല്ലതായതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും വാങ്ങുന്നത്. നല്ലതല്ലാത്ത, ഔട്ട് പെർഫോമിംഗ് അല്ലാത്തൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങില്ലല്ലോ. സോ ആ ഒരു സെക്യൂരിറ്റിക്ക് ചില കാലഘട്ടത്തിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും മോസ്റ്റ്ലി അതൊരു അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും ആ സെക്യൂരിറ്റിക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജി മനസ്സിൽ വെച്ചിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഈ വേവ് 5 ആ ഒരു പീരിയഡിൽ വന്നിട്ട് ഈ സ്റ്റോക്ക് വീണ്ടും മേടിക്കും. ആൻഡ് സോ മോസ്റ്റ് ഡ്രിവൺ ബൈ ഹിസ്റ്റീരിയ ആൻഡ് നോട്ട് ഡ്രിവൺ ബൈ റീസൺ. ഒരു റീസൺ ഉണ്ടായിട്ടല്ല, ഹിസ്റ്റീരിയാണ്. അതായത് ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് വെച്ചിട്ട് വാങ്ങാനുള്ള ഒരു പ്രത്യേകിച്ച് റീസൺ, ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടൊന്നും വാങ്ങുന്ന ആൾക്കാരല്ല കൂടുതലും വേവ് 5 വരുന്നത്. ആൻഡ് ദ സ്റ്റോക്ക് ഹാസ് വെരി ലിറ്റിൽ നെഗറ്റീവ് ന്യൂസ് ആൻഡ് സ്റ്റാർട്ട് ഷോർട്ടിങ് ദ സ്റ്റോക്ക്. അതായത് നെഗറ്റീവ് ന്യൂസ് വളരെ കുറവാണ്, ആ സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിന് ഡിമാൻഡ് ഉണ്ട്. ആൻഡ് ദ സ്റ്റോക്ക് ബിക്കംസ് ദ മോസ്റ്റ് ഓവർ പ്രൈസ്ഡ്. വളരെ ഓവർ പ്രൈസ്ഡ് ആവുന്ന ഒരു ഫിനോമിനനാണ് വേവ് 5. അല്ലെങ്കിൽ വേവ് 5 എന്ന് പറയുന്ന നേരത്താണ് ആ സ്റ്റോക്കിന് ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ആൻഡ് സോ ദാറ്റ് the stock will move into one of the two patterns, either ABC correction or starting over with wave
1. അപ്പോൾ നമ്മൾ പറഞ്ഞു ദ സ്റ്റോക്ക് ബിക്കംസ് ദ മോസ്റ്റ് ഓവർ പ്രൈസ്ഡ് ഇൻ വേവ് 5 എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മോസ്റ്റ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പീരിയഡിൽ ഒന്നുകിൽ ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു വേവിന് 2 പാറ്റേൺസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അത് ABC കറക്ഷൻ മൂവ്മെൻറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓവർ വിത്ത് വേവ് 1. വേവ് 1ൽ നിന്ന് വീണ്ടും അത് സ്റ്റാർട്ട് ഓവർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 വേവ്സിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇതിനെ ഗ്രാഫെന്ന് അല്ലെങ്കിൽ എലീറ്റ് വേവ്സ് തിയറിയിൽ ഇതിനെ വേവ്സ് എന്നാണ് കൂടുതലും പറയാം. ഇനി നമ്മൾ ABC കറക്ഷൻ മൂവ്മെൻറ്റ്സിലേക്കാണ് പോകുന്നത്. ABC correction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. An ABC correction is when the stock will go down or up or down in preparing for another 5-way cycle up. അപ്പോൾ ഇത് വീണ്ടും ഒരു 5-way സൈക്കിൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ആ 5-way സൈക്കിൾ ആവുന്നതിന് മുന്നായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കറക്ഷൻ മൂവ്മെൻറ്റ്സ്, എവിടേക്കാണ് ലുപ്പ് ഹോൾസ് അല്ലെങ്കിൽ എവിടേക്കാണ് ലിമിറ്റേഷൻസ്, അതൊക്കെ നോക്കി കറക്റ്റ് ചെയ്യുന്ന ആ ഒരു വേവ്സിനെയാണ് നമ്മൾ ABC കറക്ഷൻ വേവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ ടൈം ഫ്രെയിം വോളറ്റിലിറ്റി ഈസ് യൂഷ്വലി മച്ച് ലെസർ ദാൻ ദ പ്രീവിയസ് 5 സൈക്കിൾ. ഈ ഒരു ABC മൂവ്മെൻറ്റ്സിൽ വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കും, അസ്ഥിരത. കണ്ടോ, ഇവിടെ ഇപ്പോൾ ലോങ് ആണ്, ഇവിടെ ലോങ് ആണ്, ഇവിടെയും ലോങ് ആണ്, പക്ഷെ ഇവിടെ വരുന്തോറും അത് ഷോർട്ടായി വരുന്നുണ്ട്, എയും ബിയും ഒക്കെ ഷോർട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഒരു വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കും, കാരണം അത് കറക്ഷൻ വേവ് ആണ്. എന്തൊക്കെയാണോ ലിമിറ്റേഷൻസ്, എവിടേക്കാണോ ലൂപ്പ് ഹോൾസ്, എവിടേക്കാണ് നമുക്ക് പാകപ്പിഴകൾ വന്നിട്ടുള്ളത്, അതൊക്കെ മാറ്റി കറക്ഷൻ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ABC കറക്ഷൻ വേവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മുടെ വോളറ്റിലിറ്റി കുറവായിരിക്കും, ഒരു സ്ഥിരത ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അത്രയേ ഉള്ളൂ ABC കറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വേവ്സിനെ പറ്റി ഇവിടെ സംസാരിക്കുന്നുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എ കറക്റ്റീവ് വേവ്സ്, ദാറ്റ്സ് ഓൾ. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 5 വേവ്സിൽ ആണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. ഔട്ട് ഓഫ് 5, 3 ജനറൽ വേവ്സ്, അതായത് ഇമ്പൾസ് വേവ്സും 2 കറക്ഷൻ വേവ്സ് എന്നാണ് പറയുക. 1, 3 and 5 ആണ് നമ്മൾ പറയുന്ന 1, 3 and 5 ആണ് ഇമ്പൾസ് വേവ്സും 2, 4 ആണ് കറക്റ്റീവ് വേവ്സ്. ഓക്കെ, ഈ ഒരു ഇത്രയും ഒരു സൈക്കിളിനെ വീണ്ടും റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കറക്ഷൻ വേവ്സിനെയാണ് നമ്മൾ ABC കറക്ഷൻ വേവ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എലിയറ്റ് വേവ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു 5 വേവ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, ആ ഗ്രാഫ് വരയ്ക്കുക, അതിൻ്റെ ഇൻട്രോ കൊടുക്കുക, ABC കറക്ഷൻ എന്താണെന്ന് പറയാം. അത്രയേ ഉള്ളൂ നമ്മുടെ എലിയറ്റ് വേവ് തിയറി എന്ന് പറഞ്ഞാൽ. ഈ അതിൻ്റെ അസംഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ദ മാർക്കറ്റ് ഇസ് നോട്ട് എഫിഷ്യൻറ്റ്. ഈ ഒരു എലിറ്റ് വേവ് തിയറിയിൽ പറയുന്ന ഏറ്റവും വലിയൊരു അസംഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ല എന്നാണ് പറയുന്നത്. മാർക്കറ്റ് എഫിഷ്യൻസി ഹൈപ്പോത്തസിസ് തിയറി അല്ലെങ്കിൽ മാർക്കറ്റ് എഫിഷ്യൻസി തിയറി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇൻസൈഡർ ട്രേഡിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസ് ഇൻഫർമേഷൻ എല്ലാവർക്കും എത്താത്തൊരവസ്ഥേനെയാണ് നമ്മൾ മാർക്കറ്റ് എഫിഷ്യൻസി അല്ല എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇസ് നോട്ട് എഫിഷ്യൻ്റ് എന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ. ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ വിംസ് ഓഫ് ദി മാസസ്. ഒരു റീസൺ ഒന്നുമില്ല, ഒരു ഹിസ്റ്റീരിയയുടെ ബേസിസിൽ വന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ദ നീഡ് ഓഫ് സോഷ്യോളജിക്കൽ സർവേ, ഒരു സോഷ്യോളജിക്കൽ സർവേയുടെ ആവശ്യം അവിടെ വരുന്നുണ്ട്. ആൻഡ് ബിലീവ് ദാറ്റ് ദ മാർക്കറ്റ് വിൽ മൂവ് ഇൻ 5 ഡിസ്റ്റിങ്ക്റ്റ് വേവ്സ് ഓൺ ദി അപ്സൈഡ് ആൻഡ് 3 ഡിസ്റ്റിങ്ക്റ്റ് ഓൺ ദി ഡൗൺ സൈഡ്. 5 എണ്ണം അപ്വാർഡും 3 എണ്ണം ഡൗൺവേർഡ്സിലേക്കാണ് പോവാന്നാണ് പറയുന്നത്. അത് അവിടെ നടക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു 4 എണ്ണം കൂടുതൽ പോവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുള്ളത് പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു എൻവയോൺമെൻറ്റൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക്കൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഇപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ വെൻ ദി അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഈ ഒരു തിയറിക്ക് അവിടെ പ്രയോറിറ്റി ഉണ്ട്. ഇത്തരം ഈ അസംഷൻസ് എവിടെയെങ്കിലും ഒരു മാറ്റം, മാർക്കറ്റ് എഫിഷ്യൻ്റ് ആയാൽ അല്ലെങ്കിൽ കുറച്ചും കൂടി റാഷണലായിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു ഇക്കണോമിക്കൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ ആലോചിച്ചാൽ ഈ തിയറിക്ക് ഒരു ബാക്കപ്പ് ഇല്ല. വെൻ ദി അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ദിസ് തിയറി ഈസ് ഗുഡ് ആൻഡ് വെൽ. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. സോ ഇത്രയുമാണ് നമ്മുടെ എലിയറ്റ് വേവ് തിയറി. അപ്പോൾ ഈ ഒരു തിയറി ആൻസർ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രാഫ്, പിന്നെ ആ 5 വേവ്സിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ദെൻ അസംഷൻസ്, ദെൻ ABC കറക്ഷൻ, ഇത്രയുമാണ് നമ്മൾ പറയുക. ആൻഡ് ഓഫ് കോഴ്സ് ഇൻട്രോ എന്തായാലും വേണം.
സോ ഇത്രയുമാണ് എലിയറ്റ് വേവ് തിയറി. സ്മോൾ തിയറിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നമ്മൾ സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.